ബിഗ് ബോസ് മലയാളം സീസൺ 6 വൈൽഡ് കാർഡായി എത്തിയവരിൽ തുടക്കം മുതൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ച വ്യക്തിയായിരുന്നു സിബിൻ. ഇതോടെ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ പ്രേക്ഷകരുടെ പിന്തുണ ആർജിക്കാനും സാധിച്ചു. എന്നാൽ കഴിഞ്ഞ വീക്കെൻഡിൽ മോഹൻലാലിൽ വന്നതിന് ശേഷം സിബിൻ മാനസികമായി തകരുന്നതാണ് പിന്നീട് കണ്ടത്. ജാസ്മിനോട് മോശമായി പെരുമാറിയെന്ന കുറ്റത്തിന് വലിയ പവർ ടീമിൽ നിന്നും പുറത്താക്കുക, നേരിട്ട് നോമിനേഷനിലേക്ക് ഇടുക തുടങ്ങിയ ശിക്ഷകളും മോഹൻലാൽ വിധിച്ചു. ഇതോടെയാണ് സിബിൻ തളർന്നത്. പിന്നീട് സൈക്കോളജിസ്റ്റിനെ പോയി കണ്ടെങ്കിലും സിബിൻ മാനസികമായൊക്കെ ആയില്ല. ഒടുവിൽ കൺഫെഷൻ റൂം വഴി സിബിനെ കണ്ണു മൂടിക്കൊണ്ട് ബിഗ് ബോസ് പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. സിബിൻ ഇനി തിരിച്ചു വരില്ല എന്ന് കരുതി ചിലർ സന്തോഷിക്കുന്നുണ്ടാവാം. കറക്റ്റ് 3 ദിവസത്തിനുള്ളിൽ ഹോസ്പിറ്റൽ ചെക്കപ്പ് കഴിഞ്ഞ് അദ്ദേഹം രാജകീയ പദവിയോടെ തിരിച്ചു കയറുന്നതായിരിക്കും എന്ന് ഹോസ്റ്റിനെ അറിയിച്ചുകൊള്ളുന്നു. സിബിനെ സപ്പോർട്ട് ചെയ്യുന്നവർ തുടരുക എന്ന് ആക്ഷേപിക്കുന്നു. മുൻപും പലവിധത്തിലെ റിയൽ ലൈഫിൽ വിഷാദ രോഗത്തിന് അടിമപ്പെട്ട ഒരു മനുഷ്യന് ചില ഓർമ്മകളും ആരോപണങ്ങളും മാനസികമായി തകർക്കുന്നത് സ്വാഭാവികമാണ്. സിബിനും സംഭവിച്ചത് അത്തരം വിഷാദാവസ്ഥയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തിരിച്ചു കയറിയാൽ ജിൻഡോയും സിബിനും ഓപ്പോസിറ്റായി നിന്ന് ഗെയിം ഉണ്ടെങ്കിൽ ഈ സീസൺ ഏറ്റവും മികച്ച സീസണുകളുടെ പട്ടികയിലേക്ക് ഉയർന്നിരിക്കും. ഒപ്പം സിജോയുടെ വരവ് കൂടിയായാൽ ക്ലീഷോ ക്രിഞ്ച് പ്രേമ നാടകങ്ങൾക്ക് പൂട്ടുവീഴും കാര്യത്തിൽ സംശയമില്ല. വ്യക്തിപരമായി എനിക്ക് മല്ലയ്യ കപ്പെടുത്ത് സ്റ്റേജിൽ മുട്ടുകുത്തി നിന്ന് കൈകൂപ്പുന്ന രംഗം കാണാനാണ് താല്പര്യമെങ്കിലും മികച്ച ഗെയിമറുടെ ശൈലിയും രീതിയുമുള്ള സിബിനെ തരംതാഴ്ത്താനും ഒറ്റപ്പെടുത്താനും അനുവദിക്കില്ല. അത് സിബിനെ എന്നല്ല, ഉയർന്നുവരുന്ന മേൽ കണ്ടസ്റ്റന്റിനെ ടോക്സിക്കും രായാവും എന്ന ഓമന പേര് നൽകിയ അനാവശ്യ നെഗറ്റീവ് അടിക്കുന്ന പാവാടകളുടെ സ്ഥിരം ക്ലീഷോ ശൈലിക്ക് ഓപ്പോസിറ്റ് ഞങ്ങൾ കുറച്ചു പേരുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ ഞങ്ങൾ ആരാണെന്നുള്ള ചോദ്യം ഹോസ്റ്റസ് ഒറ്റയ്ക്കിരുന്നൊന്ന് ആലോചിച്ചാലും പഴയ സീസണുകൾ ഒന്ന് മറിച്ചു നോക്കിയാലും മനസ്സിലാകുന്ന കാര്യമാണ്.